കഴിഞ്ഞൊരു 3 വർഷമായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളായി കോഴിക്കോടിൻ്റെ ഒരു പൊളിറ്റിക്കൽ അല്ലെങ്കിൽ കോഴിക്കോടിൻ്റെ ഒരു രാഷ്ട്രീയമായ ഒരു സ്വഭാവം മാറി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇടതുപക്ഷത്തോട് അനുഭാവമുള്ളൊരു ജില്ല എന്നുള്ള അർത്ഥത്തിൽ അതിൻ്റെ ഒരു പിന്നെ ആ ഒരു ഡോമിനൻസ് മാറുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പല കാരണങ്ങളാലും യു ഡി എഫിനോട് ഒരു കോഴിക്കോട് അടുത്തു വരുന്നു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കോഴിക്കോട് ഒരു വലിയ മാജിക് ഉണ്ടാവും, അല്ലെങ്കിൽ കോഴിക്കോടിൻ്റെ ഫലങ്ങളിൽ സർപ്രൈസ് ഉണ്ടാവുമെന്ന് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞത് അതുകൊണ്ടാണ്. ഉദാഹരണമായിട്ട് നാദാപുരം നാദാപുരമൊക്കെ ബിനോയ് വിശ്വം മത്സരിച്ച, അല്ലെങ്കിൽ ബിനോയ് വിശ്വം 2 തവണ തുടർച്ചയായി വിജയിച്ചു വന്ന മണ്ഡലമാണ്. അപ്പോൾ നാദാപുരമൊക്കെ ഇപ്പം എന്താണ് പറയുക, യു ഡി എഫിന് കംഫർട്ടബിൾ ആയിട്ട് വിജയിക്കും എന്നുള്ള ഒരു സ്ഥിതിയിലേക്കാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെ പിന്നെ മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ തന്നെ വർക്കേഴ്സ് ഗ്രൗണ്ടിൽ വളരെ നല്ല രീതിയിൽ വർക്ക് ചെയ്ത ഒരു ജില്ലയാണ് കോഴിക്കോട്. അപ്പോൾ ആ അർത്ഥത്തിൽ കോഴിക്കോട് കുറേയും കൂടിയും ഒരു കംഫർട്ടബിളായിട്ട് യു ഡി എഫിന് ഡോമിനൻസ് ഉണ്ടാവും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം. അവിടെ എൽ ഡി എഫിൻ്റെ കാര്യം, കോഴിക്കോട് എൽ ഡി എഫിൻ്റെ കാര്യം വളരെ പരിതാപകരമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്.